ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ട്? എന്നും പറയുന്നതുപോലെ ഇന്ന് ഇവിടെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ന് ഡിസംബർ 9 ചൊവ്വാഴ്ചയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യുകെയിൽ ഇന്ന് മറ്റൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ബെൻ അല്ലെങ്കിൽ ബ്രയാൻ എന്നോ മറ്റോ ആണ് ഈ കൊടുങ്കാറ്റിന്റെ പേര്. ഒരാഴ്ചയിൽ ഇത് രണ്ടാമത്തെ കൊടുങ്കാറ്റാണ്. പക്ഷേ വിപണികൾ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഈ ഡോക്കുകളിൽ എല്ലാം ശുഭകരമാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട്. അത് വിക്ടറി വിത്ത് ആഷിനെ സംബന്ധിച്ചുള്ളതാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടു കഴിഞ്ഞു. വിക്ടറി വിത്ത് ആഷിൽ 5 ലക്ഷം വ്യക്തിഗത അംഗങ്ങൾ എന്ന എണ്ണം ഞങ്ങൾ കടന്നുപോയിരിക്കുന്നു. 5 ലക്ഷം. ഇത് ചെറിയൊരു സംഖ്യയല്ല. ഞങ്ങൾ ഇപ്പോൾ ഇത് കടന്നു മുന്നോട്ട് പോയിരിക്കുന്നു. ഞങ്ങളുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആഷ് മുഫാരയിൽ നിന്നും ലോകമെമ്പാടുമുള്ള ഈ നാഴികക്കല്ലിനെക്കുറിച്ചും ഓരോ നിമിഷവും വളരുന്ന ഈ സംഖ്യകളെക്കുറിച്ചും ഒരു മികച്ച സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ വളർച്ചയത്രയും യാതൊരു വലിയ വിപണനവും മാർക്കറ്റിംഗ് ഇല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. എല്ലാം വാമൊഴിയിലൂടെ. ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിച്ച് വിക്ടറി വിത്ത് ആഷിൽ ചേർന്നതാണ്. ഇത് ഇപ്പോഴും പ്ലാറ്റ്ഫോം മെച്ചപ്പെടുത്തൽ രീതിയിലാണ്. അതിന്റെ അർത്ഥം എന്തെന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ ഇപ്പോഴും മെച്ചപ്പെടുത്തുന്നു, പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇത് ക്ഷണിക്കപ്പെടുന്നവർക്കായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അളവിനേക്കാൾ ഗുണമേന്മയ്ക്ക് എപ്പോഴും ആദ്യ പരിഗണന നൽകുന്നു. ഇത് പ്രതീക്ഷകൾക്കപ്പുറം അതിവേഗം വളരുന്ന സ്വാഭാവിക ആഗോള ആവശ്യമാണ്. അതിനാൽ വിക്ടറി വിത്ത് ആഷിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ശരിക്കും നല്ലതായി തോന്നുന്നു. ഈ സംഖ്യകൾ അവ കളവ് പറയുന്നില്ല, അല്ലേ? സംഖ്യകൾ കളവ് പറയുന്നില്ല എന്ന വാചകം എവിടെ നിന്നാണ് വന്നത്? ഇത് സംഖ്യാപരമായ ഡാറ്റയും സ്ഥിതിവിവരക്കണക്കുകളും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് അർത്ഥമാക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത് അനുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ ഒരു ആശയം തെളിയിക്കാനോ ഉപയോഗിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾ പറയുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ പറയുന്നതിനെ പിന്തുണയ്ക്കാൻ അത്തരത്തിലുള്ള ഡാറ്റയും സംഖ്യകളും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഓൺലൈനിലെ നിരവധി സംരംഭങ്ങളെ, പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങളെ, സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്കെത്ര ഉപഭോക്താക്കളുണ്ടെന്ന് അറിയാമെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളിടവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നും ഒരു വിഷയമേയല്ല. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 1.5 ദശലക്ഷം ആളുകൾ വിക്ടറി വിത്ത് ആഷിൽ ചേരുന്നത് ഒരു അത്ഭുതകരമായ നേട്ടമാണ്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ സമൂഹം എങ്ങനെയാണ് ഒരുമിച്ച് നിന്നതെന്നാണ്. ഞങ്ങളുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനൊപ്പം വിക്ടറി വിത്ത് ആഷ് എന്ന യാത്രയിൽ ഇപ്പോൾ 5 ലക്ഷം ആളുകൾ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. ആളുകൾക്ക് പക്ഷപാതമുണ്ടാവാം, പക്ഷേ സംഖ്യകൾ കേവലം ആളുകൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും കാര്യങ്ങൾ പറയുന്നതിനേക്കാളും യാഥാർത്ഥ്യത്തിന്റെ നിഷ്പക്ഷവും സത്യസന്ധവുമായ ചിത്രീകരണം നൽകുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ സംഖ്യകൾ കളവ് പറയുന്നില്ല, അല്ലേ? ഈ പ്രയോഗം ഒരു പുസ്തകത്തിന്റെ പേരും കൂടിയാണ്. ഇത് ആധുനിക ലോക പ്രശ്നങ്ങളെയും സ്ഥിതിവിവരക്കണക്കുകളെയും വിശകലനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത്? ഇത് വസ്തുനിഷ്ഠമായ സത്യമാണ്. ഈ ആശയത്തിന്റെ കാതൽ എന്തെന്നാൽ സംഖ്യകൾ വികാരങ്ങളോ അഭിപ്രായങ്ങളോ സ്വാധീനിക്കാത്തതിനാൽ അവ വിവരങ്ങളുടെ വിശ്വസനീയമായ ഉറവിടമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, വിവാഹമോചന നിരക്കിനെക്കുറിച്ചുള്ള ഒരു സ്ഥിതിവിവരക്കണക്ക് അതിനെക്കുറിച്ചുള്ള ഒരാളുടെ വികാരങ്ങൾ പരിഗണിക്കാതെ മാറുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിലും 5 ലക്ഷം ആളുകൾ എന്നുള്ളത് ഒരു സ്ഥിതിവിവരക്കണക്കാണ്. വിക്ടറി വിത്ത് ആഷിൽ 5 ലക്ഷം ആളുകൾ ചേർന്നിട്ടുണ്ട് എന്ന വസ്തുതയിൽ നിന്ന് നിങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അറിയില്ല, ഞങ്ങൾ ഭ്രാന്തന്മാരാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിലും അതൊന്നും അപ്രസക്തമാണ്. 5 ലക്ഷം ആളുകൾ വിക്ടറി വിത്ത് ആഷിൽ ചേർന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത് അനുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. സംഖ്യകൾ പലപ്പോഴും അത്ഭുതകരമായ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് വിപരീതമായ വസ്തുതകൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വൈദ്യുത കാറുകൾ സ്വാഭാവികമായി പ്രയോജനകരമാണെന്ന് തോന്നാമെങ്കിലും അവയുടെ നിർമ്മാണത്തിന് ഇപ്പോഴും വലിയ തോതിൽ ഫോസിൽ ഇന്ധനങ്ങൾ ആവശ്യമാണെന്ന് സ്ഥിതിവിവരക്കണക്കുകൾ കാണിക്കുന്നു. അത്തരത്തിൽ ഒരു ആശയം മറ്റൊന്നിനെ ചോദ്യം ചെയ്യുന്നു. ആ വസ്തുതകൾ കളവ് പറയുന്നില്ല, അല്ലേ? അതുകൊണ്ട് സംഖ്യകളും കണക്കുകളും എല്ലായ്പ്പോഴും സത്യത്തിന്റെ ഒരു അളവുകോലാണ്. പുറത്ത് എന്തുണ്ടായാലും ആളുകൾ എന്തു പറഞ്ഞാലും അത് സത്യമാണ്. ഞങ്ങളുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങളുടെ മേധാവിയിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഞങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളോടൊപ്പമാണ് എന്ന് അറിയുന്നതിന് ഒരു ഉണർവ് നൽകുന്നു.
യോഗ്യതയുള്ള വ്യക്തികൾ എല്ലാവരും വിക്ടറി വിത്ത് ആഷിൽ ചേരുന്നു. കൂടാതെ സന്ദർഭം പ്രധാനമാണ്. സംഖ്യകൾ സ്വയം വസ്തുനിഷ്ഠമാണെങ്കിലും അവ അവതരിപ്പിക്കുന്ന രീതിയും വ്യാഖ്യാനിക്കുന്ന രീതിയും തെറ്റിദ്ധാരണയുണ്ടാക്കിയേക്കാം എന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ വിവരങ്ങളുടെ സന്ദർഭവും ഉറവിടവും പരിഗണിക്കേണ്ടത് ഇപ്പോഴും അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്നത്ര ആളുകളെ അറിയുന്നതുകൊണ്ട് ആ സംഖ്യകൾ നിയമപരവും സത്യവുമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ സത്യത്തെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതുവരെ പരസ്യമായി പുറത്തിറങ്ങിയിട്ടില്ല, വലിയ ലോകത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് പറയാത്ത കാര്യങ്ങൾ എന്തിനു പറയണം? അവ അവിടെയുണ്ട്, കാരണം ആ സംഖ്യകൾ കളവ് പറയുന്നില്ല. ഈ നാഴികക്കല്ല് നേടുന്നതിൽ അതിന് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. 5 ലക്ഷം ആളുകൾ വിക്ടറി വിത്ത് ആഷിന്റെ പഠനത്തിനായിട്ടുള്ള ഭാഗത്തേക്ക് പോകാൻ ഇതിനകം കാത്തിരിക്കുകയാണ്. ഇത് സംഭവിക്കുമ്പോൾ അത്ഭുതകരമാകും. വിക്ടറി വിത്ത് ആഷിലെ ഞങ്ങളുടെയെല്ലാം വ്യക്തിപരമായ യാത്ര കാണേണ്ട ഒരു നല്ല കാഴ്ചയായിരിക്കും. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നു. വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ച് ഉടമസ്ഥാവകാശമുള്ള വിവരങ്ങൾ കാരണവും പെരുമാറ്റച്ചട്ടം കാരണവും ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച ഈ സംഖ്യകൾ പൊതുവിവരങ്ങൾ ആയതുകൊണ്ട് അത് ആഘോഷിക്കാൻ പറ്റിയ ഒന്നാണ്. ഞങ്ങളുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആഷ് മുഫാരയോടും വിക്ടറി വിത്ത് ആഷ് എന്ന ഞങ്ങളുടെ പാലത്തോടും ഒപ്പം ഞങ്ങൾ ശരിയായ സ്ഥലത്താണ് എന്ന് അറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന വലിയ മനോഹരമായ പങ്കുവയ്ക്കപ്പെടുന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ടു പോകുകയാണ്. പക്ഷേ ആദ്യം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ കാത്തിരുന്ന് ആ വിവരങ്ങൾ നേടും. ഇന്ന് സംഭാഷണ വേദിയിൽ ഞങ്ങളുടെ സഹോദരൻ ക്രിസ് ജോൺസനെ കണ്ടതിലും സന്തോഷമുണ്ട്. നേരത്തെ ഞാനുമായി അദ്ദേഹത്തിന് ഒരു ചെറിയ സംഭാഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല ആവേശത്തിലാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. ക്രിസ്, നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. സംഭാഷണ വേദിയിലെ മറ്റെല്ലാവർക്കും എന്റെ ആശംസകൾ. ഇന്ന് എന്റെ ഭാഗത്തുനിന്ന് ഇത് ചെറുതും മധുരവുമാണ്. ഞാൻ നാളെ ബുധനാഴ്ച തിരികെ വരും. വിക്ടറി വിത്ത് ആഷിലെ ഞങ്ങളുടെ യാത്രയിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന മറ്റെന്തെങ്കിലും ഞാൻ കൊണ്ടുവരും. ഇന്നത്തേക്ക് എന്റെ ഭാഗത്തുനിന്നും ഇത്രമാത്രം. ഇപ്പോൾ വിട.